ഹലോ, നമ്മുടെ മുത്തുമണീസിന് എല്ലാവർക്കും നമ്മുടെ മഴ തോരും മുൻപ് സീരിയലിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് പ്രൊമോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതണു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ എനിക്കിപ്പോൾ കിട്ടിയതേ ഉള്ളൂ കേട്ടോ. ഞാൻ അതുകൊണ്ട് കുറച്ച് വൈകിയാണ് ഇടുന്നത്. ഇന്നലത്തെ ടൈമിലല്ലല്ലോ, നമ്മൾ സ്ഥിരം ഇടുന്ന ടൈമല്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്നിങ്ങനെ കാണണം കേട്ടോ. കണ്ടിട്ട് ആ ലൈക്കിൻ്റെ ചിഹ്നത്തിലൊന്ന് നിൽക്കാൻ മറക്കണ്ട കേട്ടോ. കാര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കാണ് നമ്മുടെ വീഡിയോ എൻഗേജ്ഡ് ആവുന്നത്. എൻ്റെ മുത്തുമണീസൊക്കെ എനിക്കിപ്പോൾ നല്ല സപ്പോർട്ടിങ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ആ ഒരു സപ്പോർട്ട് തന്നെ തരണം കേട്ടോ. അതെ, ഒരുപാട് ഇഴച്ച് നമ്മൾ ബോറാക്കണത് ശരിക്കും വൃത്തിയിടാം. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രനും അലീനയും മേളിലത്തെ റൂമിൽ നിൽക്കുകയാണ്. നമ്മുടെ പട്ടാളങ്ങളെല്ലാം താഴെ യുദ്ധത്തിനായിട്ട് നിരന്ന് നിൽക്കുകയാണ്. ശിവനും രാജീവനും വൈജയന്തി എന്ത് നടക്കും ഇങ്ങനെ നോക്കി വീക്ഷിച്ചുകൊണ്ട് വൈജയന്തിയും രോഹിത്തും ബബിതയും ഒരു സൈഡിൽ, പിന്നെ രാവുണ്ണി മാമൻ്റെ മക്കൾ, അമ്മാമ്മൻ്റെ മക്കൾ എല്ലാവരും അവർ വന്നിട്ടുണ്ട്. കരയോഗം പ്രസിഡൻ്റ് ഉണ്ട്. എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനെ വിളിക്കാനായിട്ട് നമ്മുടെ ബബിത മേളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വട്ടമേശ സമ്മേളനം പോലെ ഇങ്ങനെ ഒത്തുകൂടി അതിങ്ങനെ ചെയ്യണം, നമുക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം, പല രീതിയിലും ബാലചന്ദ്രൻ നമ്മളെതിരെ ഇങ്ങനെ ആക്കും, അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ തിരിച്ചടിക്കണമെന്നൊക്കെ വളരെ വെൽ പ്ലാൻഡായിട്ട് കാര്യങ്ങളൊക്കെ അവർ ആസൂത്രണം ചെയ്ത് തീരുമാനിച്ച് വെച്ചൊക്കെയാണ്. അപ്പോൾ വൈജയൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എവിടെ കിടന്ന വേറൊരുത്തിയുടെ കുറേ ആൾക്കാർ എറണാകുളത്ത് നിന്ന് വന്ന് ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ വന്നായിരുന്നു. പക്ഷേ അവൾ പോകാനായിട്ട് കൂട്ടാക്കിയില്ല. പിന്നെ ബാലേന്ദ്രൻ വിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വൈജ പറഞ്ഞു കൊടുത്ത് ഏകദേശം എല്ലാം മനസ്സിലാക്കിയാണ് യുദ്ധം ആക്രമിക്കാൻ, ബാലേന്ദ്രനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ബബിത സ്റ്റെപ്പ് കയറി മേളിലോട്ട് ചെല്ലാണ്. അപ്പോൾ അലീന റൂമിലുണ്ട്. അപ്പോൾ ബാലേന്ദ്രനെ ഇങ്ങനെ അവർ വന്നു എന്ന് പറഞ്ഞ് വിളിച്ച് വരികയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞ് ബബിത താഴോട്ട് വന്നു. ബാലചന്ദ്രൻ നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ട് ഒരുങ്ങി. നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല മര്യാദയോടും വിനയത്തോടും അതിൻ്റേതായ നീറ്റ്നെസ്സോടും കൂടെ വേണ്ടേ നമ്മൾ അവരെ എതിരേക്കാൻ. ആ ഒരു രീതിയിൽ നന്നായിട്ട് റെഡി ആയിട്ട് വരണം. എന്നിട്ട് അലീനയുടെ അടുത്ത് ധൈര്യമായിട്ട് ഇരിക്കും മോളെ, നീ ഡോർ അടച്ചിട്ട് അകത്തിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ താഴോട്ട് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ശിവൻ ചോദിക്കുന്നത്, എന്തേ ഇത്ര ഒരുക്കത്തിലൊക്കെ ആണോ വരുന്നത്? അതെ, വീട്ടിൽ അതിഥികൾ വരുമ്പോൾ നമ്മൾ ആ രീതിക്ക് വേണ്ടി സ്വീകരിക്കണം. എൻ്റെ മാന്യത ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ വന്നേല്ലേ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണ്ടേ നിങ്ങളെയൊക്കെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മുടെ രാജീവ് ഉണ്ട്, ശിവയുണ്ട്, ബാക്കിയെല്ലാവരും. അപ്പോൾ ശിവൻ പറഞ്ഞു, അതെ ബാലേന്ദ്ര, ഞങ്ങൾ നിന്നോട് വഴക്കടിക്കാനോ യുദ്ധം കൂടാനോ ഒന്നുമല്ല വന്നത്, ഈ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാനാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, ഈ വീട്ടിലിപ്പോൾ ഞാൻ നോക്കിയിട്ട് വേറെ വല്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അല്ലല്ലോ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നിൻ്റെ ഉടായിപ്പ് വർത്തമാനങ്ങളൊന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. എവിടെയോ കിടന്ന ഒരുത്തീനെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ അലീന എന്ന് പറയുന്നവൾ. ഇവിടെ വേലക്കാരിയായിട്ട് വന്നു, ഇപ്പം നീ ദത്തെടുത്തു എന്നൊരു കഥയാണ് ഞങ്ങൾ കേൾക്കുന്നത്. അല്ല, ഇതിലൊക്കെ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ ബാലേന്ദ്ര? എവിടെ കിടക്കണ ഒരുത്തി? നിനക്ക് പെൺകുട്ടികളില്ലാത്തൊരു അച്ഛനാണോ നീ? നിനക്ക് 2 പെൺകുട്ടികളുണ്ട്. പിന്നെ എന്തിനാണ് ഒരു വേലക്കാരിയായിട്ട് വന്ന ഒരുത്തി എടുത്തേക്കണത്? അത് എവിടെയോ കിടന്ന് ഏതോ അനാഥാലയത്തിൽ വളർന്ന് ഒരു ഹോം നേഴ്സായിട്ട് എന്തോ വീട്ടിൽ വന്നു, എന്നിട്ടിപ്പോൾ അവളെ ദത്തെടുക്കണു. ഇതൊക്കെ നമുക്ക് ദഹിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ വേണ്ട. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഈ അലീന എന്നുള്ളത് എൻ്റെ വീട്ടിലെ പ്രശ്നമാണ്. അപ്പോൾ അലീനെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇവിടെ അച്ഛൻ കൊണ്ടുവന്നു, അമ്മയെ നോക്കാനായിട്ട് ഹോം നേഴ്സായിട്ട് വന്നു. പക്ഷേ ആ കുട്ടി ഇന്ന് എൻ്റെ ദത്തുമകളാണ്. എൻ്റെ ബാക്കി 3 മക്കൾ പോലെ 4ാമത്തെ ഒരു മകളാണ്, എൻ്റെ മൂത്ത മകളാണ്. അത് ഞാൻ ആ അംഗീകാരം അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എല്ലാം മനസ്സിലാക്കി. ഏതോ ഒരുത്തന് ഒരു പിഴച്ച് പെറ്റ സ്ത്രീയിലുണ്ടായതാണ് അലീന. പക്ഷേ എന്നിട്ടും അവളെ ഞാൻ സ്നേഹിച്ച് ഒരു മകളുടെ സ്ഥാനം കൊടുത്ത് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു മനസ്സ് നിങ്ങൾ കാണാത്തത് എന്താണ്? നിങ്ങൾ അതിലെ കുറ്റം കണ്ടുപിടിക്കണ നേരം നിങ്ങൾ ആ ഒരു നല്ല മനസ്സല്ലേ നിങ്ങൾ കാണേണ്ടതെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ ശിവന് രാജീവൊക്കെ അതിനെതിരെ കിടന്ന ഫയർ തന്നെ ഉണ്ടായിരുന്നു. രാജീവാണെങ്കിൽ പിന്നെ വെട്ടൊന്ന് മുറി 2ലാണ് രാജീവിൻ്റെ പ്രകൃതി. അപ്പോൾ എവിടെ കിടക്കണം? അപ്പോൾ രാജീവ് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞ്, അതെ, ഈ വന്നവള ഒരു മകളെ പേരും പറഞ്ഞ് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് കീപ്പായിട്ട് കൊണ്ട് നടക്കണമെങ്കിൽ വേറെ വല്ലയിടവും കൊണ്ടുപോയി താമസിപ്പിക്കണോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു തീർന്നില്ല. ബാലചന്ദ്രൻ കറങ്ങി ഒരൊറ്റ അടിയാ. രാജീവ്
10 കരണം കരയും കണക്കാണ് കറങ്ങി അടിച്ച് താഴെ വീണത്. തിരിച്ച് രാജീവ് അടിച്ച് ഇങ്ങോട്ട് കയറി വരണേ ബാലേന്ദ്രനെ തല്ലാൻ വേണ്ടി. അപ്പോഴേക്കും നമ്മുടെ ശിവൻ നടുകയറി നിന്ന് അത് എതിർത്തു. എടാ നിന്നെ അന്നേ ഞാൻ നോക്കി വെച്ചേക്കണേ, നീ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഞാൻ അറിയാണ്ട് അലീനയുടെ കൈക്ക് പിടിച്ച് നീ വലിച്ചടിച്ച് അവളെ റോഡിൽ ഇറക്കേണ്ട അന്നേ നിന്നെ കരണം പൊളിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് രാജീവിനെ അങ്ങോട്ട് വൃത്തി അങ്ങോട്ട് പറയാണ് ബാലേന്ദ്ര. വൈജിയൊക്കെ ഇത് കണ്ടങ്ങ് പേടിച്ചു പോയി. അപ്പം ശിവൻ പറഞ്ഞ് ഇവിടെ അടി കൂടാനോ പ്രശ്നം ഉണ്ടാക്കാനോ അല്ല നമ്മൾ വന്നിരിക്കുന്നത് ബാലേന്ദ്ര, നമ്മളിത് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം. ഇത് അങ്ങനെ ഇങ്ങനെ വിടാൻ പറ്റുന്ന കേസല്ല. ഞങ്ങളുടെ പെങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഇത്. നിങ്ങൾക്ക് അങ്ങനെ നിസ്സാരമായിട്ട് തോന്നും. ഒരു പെൺകുട്ടിയെ ദത്തെടുക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ബന്ധുക്കളുണ്ട് ഇവിടെ, ഞങ്ങളോട് ആരുടെങ്കിലും നിങ്ങൾ തീരുമാനിച്ചോ? സ്വന്തം ഭാര്യയോട് നിങ്ങൾ തീരുമാനിച്ചോ? മക്കളോട് നിങ്ങൾ തീരുമാനിച്ചോ? ഒരുത്തിയെ പെട്ടെന്ന് കൊണ്ടുവന്ന് എൻ്റെ ദത്തുപുത്രിയാന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ച് തരാൻ ഇത് എന്നെ വെള്ളരിക്ക പട്ടണമാണോ എന്നൊക്കെ പോയി ചോദിച്ച് രാജീവും ഫയർ ചെയ്യാണ്. അല്ല, നമ്മുടെ ശിവനും ഫയർ ചെയ്യാണ് ശിവൻ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ ചോദിച്ചു നോക്ക്, ഇപ്പോൾ ചോദിക്കട്ടെ ഈ അലീന ഇവിടെ നിൽക്കുന്നതിൽ വൈജയന്തിക്കും മക്കൾക്കും താല്പര്യമുണ്ടോന്ന്. അപ്പോൾ ബാലേന്ദ്രൻ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറയാണ് എനിക്ക് അവൾ ഈ വീട് നന്നായിട്ട് നോക്കി എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ച് അവൾ വലിയ ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കി വീടൊക്കെ ക്ലീൻ ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് അങ്ങനെ അലീനയുടെ എല്ലാ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് ഈ വൈജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ചെയ്യണത് എനിക്കിഷ്ടമല്ല. എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് അവളെ ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടമല്ല. അവൾ അമ്മയെ നോക്കിക്കോട്ടെ, വീട് വൃത്തിയാക്കിക്കോട്ടെ, തുണി അലക്കിക്കോട്ടെ, അത് ചെയ്തോട്ടെ, ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടായിക്കോട്ടെ, ഇതൊന്നും എനിക്കിഷ്ടമല്ല. അവളുടെ ഈ ഓവർ ആക്ടിങ് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്ക് അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് വേണ്ട അവളെ. അപ്പോൾ കമല ഉടൻ തന്നെ ചാടിക്കയറി പറയുന്നുണ്ട് ആ പറഞ്ഞതിൽ തെറ്റെന്താണ്? വൈജ പറയുന്നതിലും കാര്യമില്ലേ? ഈ വീട്ടിലെ കാര്യത്തിൽ എന്ന് പറയുന്നത് വൈജയന്തിയാണ്. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അലീന നിൽക്കുന്നത്? ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലായി അലീനയുടെ ഭാഗത്ത് തെറ്റായിട്ടൊന്നുമില്ല. അലീന നല്ലത് ചെയ്തത് വൈജയന്തിക്ക് ഇഷ്ടപ്പെടാത്തതാണ്, കുഞ്ഞായ്മ കാരണം ഇഷ്ടപ്പെടാത്തതാണെന്ന് അവിടെ നിന്നവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് മക്കളോട് ചോദിച്ചു. രോഹിത് പറഞ്ഞു എനിക്ക് അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ളതല്ല, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു എടാ നീ ഇന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടവനാ. അവളുടെ ഔദാര്യം കൊണ്ടാണ് നീ ഇന്ന് ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അത് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എൻ്റെ അമ്മയ്ക്ക് വിഷമം പറഞ്ഞ കാര്യങ്ങളോ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് രോഹിത് ഒഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത മാസ് ഡയലോഗ് ഭവിത അടിക്കുകയാണ്. അമ്മയുടെ കൂടെ ഞങ്ങൾ നിൽക്കത്തുള്ളൂ, അലീനേനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അച്ഛൻ്റെ ദത്തു മകളായിട്ട് എടുത്താലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. പിന്നെ കൃഷ്ണമോൾ ഇവിടെയില്ല, സ്കൂളിൽ പോയിരിക്കണം. അപ്പോൾ ശിവൻ പറഞ്ഞു അപ്പോൾ ഭാര്യയ്ക്ക് മക്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളെ പിന്നെ എങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ പാർപ്പിക്കും? നിങ്ങൾ അത് എന്ത് അധികാരത്തിലാണ് പറയണതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാവുണ്ണി അമ്മാവൻ്റെ മക്കളും ചോദിക്കുന്നുണ്ട് അല്ല ബാലേന്ദ്രൻ നിങ്ങൾ പറയണതിനൊക്കെ ഒരു ന്യായം വേണ്ടേ? നിങ്ങളൊരു മകളെ ദത്തെടുക്കുകയാണ്, ഇതാണ്, അതിന് എന്തെങ്കിലും ഒരു ഇതൊക്കെ വേണ്ടേ? ശരിയാണ്, നിങ്ങൾ പറയുന്ന എല്ലാവരും പറയുന്ന കാര്യം ശരിയാണ്. എൻ്റെ ചോരയിലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പ്രസവിച്ച ഒരു കുട്ടിയാണ് ഞാൻ സ്നേഹിക്കുകയും മക്കളായിട്ട് അംഗീകരിക്കേണ്ടത്. പക്ഷേ ഇതിലൊന്നും പെട്ടല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷേ എങ്കിലും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മകളെപ്പോലെ. അത് വെച്ച് ഞാൻ അവളെ അംഗീകരിച്ച് ഞാൻ ഈ വീട്ടിൽ അവളെ ദത്തെടുത്ത് എൻ്റെ മകളായിട്ട് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് മാറിപ്പോവാം. ഇതൊക്കെ ഒരു ന്യായമാണോ? ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഫയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കരയോഗം പ്രസിഡൻറ്റ് പറയുന്നത് ബാലേന്ദ്രൻ നമ്മൾ പറയണതിനൊക്കെ ഒരു അതിര് വേണ്ടേ? അപ്പം ബാലേന്ദ്രൻ തിരിച്ച് അതുപോലെ തന്നെ ഇരട്ടിച്ച് അങ്ങോട്ട് ഫയർ ചെയ്ത് തിരിച്ച് നല്ല മറുപടി കൊടുക്കുകയാണ് അവർക്ക് എല്ലാവർക്കും. അങ്ങനെ കാര്യങ്ങൾ എന്തായാലും 1-ൽ 4-ൽ 3-ൽ ഒന്നും അടുക്കൂല. ഇതിപ്പോൾ എവിടെ നിങ്ങളുടെ മൂത്ത ചേട്ടൻ ഗംഗേട്ടൻ എവിടെ? അയാൾ വരില്ല. അയാൾക്കറിയാം, അയാൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാം, അയാൾക്ക് എൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല, അയാൾക്ക് കാര്യങ്ങളറിയാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഇത് നിങ്ങളുടെ കൈതക്കൽ മാളിക വീടല്ല, ഇത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. ഭാര്യ വീട്ടിൽ സ്ത്രീധനം കിട്ടിയിട്ടുണ്ടാക്കിയതല്ല.
മനസ്സിലായില്ലേ? ഇത്രയും നാളും 10-22 വർഷം എൻ്റെ ഭാര്യയും മക്കളെ കാര്യം നോക്കി ഈ കുടുംബത്ത് ഭാര്യയുടെ ചൊൽപ്പടിക്ക് അനുസരിച്ചിട്ടാണ് ഇത്രയും നാൾ ജീവിച്ചത്. ഇനി അതില്ല. ഇനി ഏകാധിപത്യമാണ്. ഈ വീട്ടിൽ ബാലചന്ദ്രൻ തീരുമാനിക്കും. ബാലചന്ദ്രൻ്റെ അധികാരം, ബാലചന്ദ്രൻ്റെ ചെലവിൽ കഴിയുന്നവരിവിടെ കഴിഞ്ഞാൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോക്കോന്നേ. എനിക്ക് ഞാൻ പിടിച്ചു നിർത്തുന്നില്ല. മക്കളെയും കൊണ്ടുപോക്കോ. നിങ്ങൾക്ക് മക്കൾക്കും താല്പര്യം ഇല്ലെങ്കിൽ മക്കൾക്കും അതനുസരിച്ച് ജീവിക്കാമെന്ന് ബാലേന്ദ്രൻ കാണിശം പറയാണ്. അപ്പോൾ ഇതിനെതിരെ കിടന്ന് രാജീവ് അങ്ങോട്ട് ഫയർ ചെയ്യണം. നീ അങ്ങനെയൊക്കെ അവളെയും കെട്ടിപ്പിടിച്ച് ഇവിടെ കഴിയുമെങ്കിൽ അതൊന്ന് കാണണമല്ലോടാ, നിന്നെ കാണിച്ചു തരാടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കൊക്കെ കാണിക്കാൻ പറ്റണ പോയി കാണിക്കടാന്ന് പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് നീയൊക്കെ അധികം വലിയ വിളച്ചിലെടുക്കല്ലേ. ഇവിടെ കിടന്ന് വലിയ ഷോ ഇറക്കി കഴിഞ്ഞാണ്ടല്ലോ 100-ലോട്ട് ഞാനങ്ങ് വിളിക്കും. എൻ്റെ വീട് കയറി ആക്രമിക്കാൻ വന്നു എന്നും പറഞ്ഞ് ഞാനൊരു പരാതി എടുത്താണ്ടല്ലോ, ചേട്ടനും അനിയനൊന്നും പിന്നെ ഗൾഫ് ലോകം കാണൂല. അതും കൂടെ മനസ്സിലാക്കി അങ്ങ് നിന്നേക്കണമെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസ് ഇവർക്ക് തിരിച്ച് ബാലേന്ദ്രനെ അടിയുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി ഫയർ ചെയ്ത് കയറാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവർക്കെങ്കിൽ പിന്നെ തിരിച്ചു പോക്ക് നടക്കില്ല. അപ്പോൾ ആ ഒരു പഴുതിങ്ങനെ നിൽക്കണോണ്ട് ഇവർക്ക് വലിയ ഷോ കളിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ എന്തായാലും കൊടുക്കേണ്ടത് കൊടുത്ത് തന്നെ ഡയലോഗ് അടിക്കുന്നുണ്ട്. മാസ് ഡയലോഗ് അങ്ങ് അടിച്ച് കയറ്റുകയാണ്. അതായത് ഈ വീട്ടിൽ എൻ്റെ ഏകാധിപത്യ അധികാരത്തിൽ ഇനി ഇവിടെ ആർക്ക് ജീവിക്കാൻ പറ്റുമോ? അലീന എൻ്റെ മൂത്ത മകളായിട്ട് ഈ കുടുംബത്തുണ്ടാവും, എൻ്റെ ദത്തുപുത്രിയായിട്ട്. ഇനി നിങ്ങൾക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വല്ല കേസ് കൊണ്ടുപോയി കൊടുക്ക്, കോടതി കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. കൊടുക്കണോ? ഞങ്ങൾ കൊടുക്കും. കൊടുക്ക്. കോടതി പറയട്ടെ അലീനേനെ ഈ വീട്ടിൽ നിർത്തണ്ടെന്ന്, അല്ലെങ്കിൽ എൻ്റെ മോളായിട്ട് അംഗീകരിക്കാൻ പറ്റൂല എന്നും കോടതി പറയുകയാണെങ്കിൽ അന്നേരം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കൊണ്ടുപോയി കോടതി കേസ് കൊടുക്കുക. ഇനി ഈ ബാലചന്ദ്രൻ്റെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ അലീനയുടെ കാര്യവും പറഞ്ഞ് ഏതെങ്കിലും അവന്മാർ വീട്ടിൻ്റെ പടി ചവിട്ടിയ പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്ന് ബാലേന്ദ്രൻ വെല്ലുവിളിച്ചിട്ട് ബാലേന്ദ്രൻ താക്കീത് കൊടുത്തിട്ട് പോവാണ്. എല്ലാത്തിനും ശിവനും രാജീവനും രാവുണ്ണി അമ്മാവൻ്റെ മക്കൾക്കും കലയോഗം പ്രസിഡൻ്റ് ഉൾപ്പെടെ പ്രത്യേകിച്ച് വൈജയന്തിക്ക് മക്കൾക്ക് കിട്ടും കൊടുത്തിട്ട് തന്നെയാണ് പോണത്. ഈ വീട്ടിൽ ഇനി ഇതിനെ ചൊല്ലിയൊരു പ്രശ്നം നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോവേ, ഞാൻ നേരിട്ടോളാം, ഞാനും കേസ് കൊടുത്തോളാം, ഞാനും കോടതി കയറിക്കോളാന്നേ, നിങ്ങൾ പൊക്കോ. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് ബാലചന്ദ്രൻ വിജയശ്രീലാൾ തന്നെ പോലെ കയറി പടവുകൾ കയറി മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ടങ് അതൊക്കെ ഒരു കാണേണ്ട ട്യൂണാണ് കേട്ടോ. ബാലചന്ദ്രൻ അത്രയും പെർഫോമൻസൊക്കെ കാണിച്ച് അവരുടെ മുന്നിൽ ഒരു സൂപ്പർ ഹീറോനെ പോലെ തിരിച്ച് കയറി പോണത് ഒരു സൂപ്പറാണ്. അതൊക്കെ മാസമാണ് കേട്ടോ, കാണേണ്ട എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ റൂമിലോട്ട് കയറി പോണു. അവിടെ അതിൻ്റെ ഇടയിൽ അലീനേനെ കാണിക്കുന്നുണ്ട്. പാവം പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് നടക്കുകയാണ്. അച്ഛനെ എല്ലാവരും കൂടെ എന്തെങ്കിലും പറഞ്ഞു കാണുമോ? സുഖമില്ലാത്തൊരു മനുഷ്യനാണ്, ഒറ്റയ്ക്കാണ്, ആരും സപ്പോർട്ടിനില്ല, കൃഷ്ണമോള് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ റൂമിൽ ചെന്ന് കതവ് തല്ലിയപ്പോൾ അലീന തുറന്നു. അപ്പോൾ എന്തായി അച്ഛാന്ന് ശ്വാസം വിടാണ്ട് ചോദിക്കുകയാണ്. നിൻ്റെ അച്ഛൻ വിജയിച്ചെങ്കിൽ വന്നില്ലേ? ഇതല്ല, ഇതിൻ്റെ അപ്പുറം വന്നാലും നിൻ്റെ അച്ഛൻ നേരിടും, നിന്നെ ആർക്കും അങ്ങനെ വിട്ടു കൊടുക്കൂലടി പൊന്നു മോളേന്ന് പറഞ്ഞ് അങ്ങനെ ബാലേന്ദ്രൻ അവളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴേക്കും അലീന ഓടിച്ചെന്നങ്ങ് വട്ടം കെട്ടിപ്പിടിക്കുക കേട്ടോ. സത്യമായിട്ടും ആ ഒരു സീനൊക്കെ നിങ്ങൾ കാണേണ്ടതുണ്ട്. എൻ്റെ മുത്തുമണീസെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇമോഷൻ എന്ന് വെച്ചാൽ നമ്മളെ ചങ്ക് അങ്ങ് എഡറിപ്പോട്ടോ. ആ ഒരു സ്നേഹം എന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ ഒരു ആരും ഇല്ലാത്തവളല്ലേ അലീന. അതിൻ്റെ സ്വന്തം അച്ഛനെ പോലെ അച്ഛൻ്റെ ആ ഒരു സ്ഥാനം കൊടുത്ത് തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും പേരുടെ മുന്നിൽ ഫയർ ചെയ്ത ആ മനുഷ്യനെ അവൾ സ്നേഹം കൊണ്ട് അങ്ങോട്ട് അങ്ങ് പിടിക്കുക. സങ്കടവും സന്തോഷവും എല്ലാം കൂടെ കൊണ്ട് അങ്ങനെ അവളെ സമാധാനിപ്പിച്ചു. ഈ സമയം താഴെ വൈജയന്തി ഇതാണോ വലിയ വീമ്പിളക്കിക്കൊണ്ട് എൻ്റെ ആങ്ങളമാരും അമ്മാവൻ്റെ മക്കളും എല്ലാം കൂടെ വന്നിട്ട് ഈ ചുരുണ്ടുമടക്കി വാലും ചുരുട്ടി പോകാനാണോ നിങ്ങൾ വന്നത്? ഇതാണോ നിങ്ങൾ ചെയ്തത്? അപ്പോൾ കമലയൊക്കെ പറഞ്ഞു, നീ കണ്ടില്ലേ ബാലേന്ദ്രൻ്റെ മുന്നിൽ അവർക്ക് അതിൽ കൂടുതൽ എന്നെ എങ്ങനെ ഇവർ സംസാരിക്കാൻ. അപ്പോൾ രാജീവനും നമ്മുടെ ശിവനും ഒക്കെ പറഞ്ഞു, വൈജയന്തി നമുക്കിത് നീ പറയും പോലെയല്ല, ഞങ്ങൾ എന്തായാലും ഇതിനൊരു
തീരുമാനം ഉണ്ടാക്കാണ്ട് ഇവിടെ, അതായത് നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ എന്തായാലും ഉണ്ടാവില്ല വൈജെ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കേസ് കൊടുക്കാം. നമുക്ക് കേസ് കൊടുത്ത് എവനെ നാട്ടിച്ച് നാറാണക്കല്ലേ എവനെ എടുപ്പിക്കണം. അപ്പം രാവുണ്ണിയമ്മാവൻ്റെ മക്കൾ പറയുന്നുണ്ട് അതാണ് ഏറ്റവും നല്ല ഐഡിയ. കാരണം കേസ് കൊടുത്ത് ഇങ്ങനെ ഒരു കേസ് ഒരിക്കലും അതായത് ഇങ്ങനെ കേസ് കൊടുക്കണം. ഒരു ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള ഒരുത്തീനെ വീട്ടിൽ വേലക്കാരിയായിട്ട് കൊണ്ടുവരികയും അവളെ ഭാര്യയും മക്കളും അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ ദത്തുപുത്രിയായിട്ട് എടുത്തു എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ഇപ്പോൾ മകളായിട്ട് കൊണ്ട് വാഴിക്കണം, കണ്ട് റിസോർട്ടിലും മറ്റുമൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചേർത്ത് നമുക്ക് ഇവിടെ കേസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമലയൊക്കെ പറഞ്ഞു അതെ കേസ് കൊടുക്കണേൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ ഈ മനുവും അമ്മ, അതായത് വൈജയന്തിയുടെ അമ്മയും കൃഷ്ണമോളൊക്കെ ഈ ഇവക്കെതിരെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുകയുള്ളൂ. പിന്നെ അവർ അന്വേഷിക്കുമല്ലോ, അലീന ഒരു അങ്ങനെ മോശപ്പെട്ട ഒരു പെണ്ണാണെങ്കിൽ അവർ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുമല്ലോ. അപ്പം അത് കോടതിക്കും കൂടെ ബോധ്യപ്പെടണ്ടേ. എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ശിവനും രാജീവും തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മാവൻ്റെ മക്കളും പറഞ്ഞു അത് തന്നെയാണ് നല്ലത്. ഇയാളെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്ത് തോറ്റ് തുന്നം പാടാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും വൈജയന്തിക്ക് അങ്ങോട്ട് ദഹിക്കണില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ എന്തായാലും ഇന്ന് ഇത്രയും ആൾക്കാർ കൂടി തനിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ഇത്രയും സംസാരിച്ച് ഒരു തീരുമാനം എത്തിക്കും എന്നുള്ള രീതിയിൽ നിന്നിട്ട് കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് കലാശിച്ചപ്പോൾ വൈജയന്തിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. അപ്പോൾ ഈ സമയം നമ്മുടെ കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വരെയാണ്. കൃഷ്ണയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അലീനേച്ചിനെ ഇങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പോൾ വന്നപ്പോൾ എല്ലാവരും അവിടെ എണീറ്റൊക്കെ നിന്ന് പല ചർച്ചകളാണ്. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു ഇതെന്താണ് എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, എന്തേ ഇരിക്കാത്തല്ലരാ, ഞങ്ങൾ നിൻ്റെ അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കുകയായിരുന്നു മോളെ, ഇത്രയും നേരം ഇരിക്കുകയായിരുന്നു. അപ്പോൾ രാവുണ്ണി അമ്മാവൻ്റെ മക്കളൊക്കെ വന്നിട്ട് ഞാൻ ഇന്ന ഇതൊക്കെയാണെന്ന് പറഞ്ഞ് കൃഷ്ണമോളെ പരിചയപ്പെടുകയാണ്. അങ്ങനെ സംസാരിച്ച് കൃഷ്ണമോൾ പോയി. അത് കണ്ട് എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ട് കൃഷ്ണമോൾ കയറി പോവാണ്. അപ്പോൾ എല്ലാവരും എവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വൈജയരെടുത്ത് ഈ രാവുണ്ണി അമ്മാവൻ്റെ മക്കളും അതുപോലെ ശിവൻ ഇതുവരെ കണ്ടിട്ടില്ല അലീനെ. അപ്പോൾ അവരെ അലീനെ ഒന്ന് കാണാൻ എന്താ വഴി, അവളെ കണ്ട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് പോകാമല്ലോ. അപ്പോൾ വൈജ പറഞ്ഞു പൊന്നാര മോൾ അവിടെ കയറ്റി കോഴി ചിറകിനടി വെച്ചേക്കും പോലെ വെച്ചേക്കല്ലേ ബാലേന്ദ്രൻ. അപ്പോൾ ഇനിയിപ്പോൾ നീ ഒന്ന് വിളിച്ചിട്ടോ, എനിക്കങ്ങും പറ്റില്ല ചെന്ന് വിളിക്കാനെന്ന്. അപ്പോൾ ഇനി ആര് വിളിച്ചാലും ഒന്ന് അവളെ ഒന്ന് കാണണം. അപ്പോൾ കൃഷ്ണമോൾ എന്തായാലും വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ കൃഷ്ണനെ വിട്ട് വിളിപ്പിക്കാം എന്നുള്ള രീതിയിൽ വൈജ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശ സീനൊക്കെ ഇന്ന് നടക്കാനിരിക്കുന്ന രംഗങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ മാസ് എപ്പിസോഡാണ് കേട്ടോ, നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പ്രൊമോ ഒന്ന് കേട്ട് വെച്ചിട്ട്, കാര്യം നമ്മൾ പ്രൊമോയിൽ പറയുമ്പോൾ എപ്പിസോഡിൻ്റെ എല്ലാ ഡയലോഗുകളും കാര്യങ്ങളൊന്നും നമ്മൾ പറയത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങളിപ്പോൾ നമ്മുടെ എപ്പിസോഡ് മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ, വൈകിട്ട് ടി വിയിൽ വരുമ്പോൾ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ പ്രൊമോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ അടുത്ത ദിവസത്തെ എപ്പിസോഡ് പ്രൊമോയുമായിട്ട് വൈകിട്ടുണ്ടാകും, രാത്രിയിലെ ഞാൻ ഇടുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ മുത്തുമണീസേ.